ഹായ് ഗൈസ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് അല്പം തേങ്ങ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി. 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കുക. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് ടോട്ടൽ 2 കപ്പ് വെള്ളം വേണം. തേങ്ങ വെള്ളം 1/4 കപ്പ് ഉണ്ടായിരുന്നു അളന്ന് നോക്കിയപ്പോൾ. ഇപ്പോൾ 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2 കപ്പായിട്ടുണ്ട്. ഇതപ്പം ഞാൻ മിക്സിയിൽ തരിയൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കുക. 3 മണിക്കൂറിന് ശേഷം ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വന്നതൊക്കെ അപ്പോൾ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ ഇത് ഇളക്കിയിട്ട് 10 മിനിറ്റും കൂടെ അടച്ചു വെക്കുക. അപ്പോൾ അത് ഒന്നുകൂടെ പൊങ്ങി വരും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ അല്പം എണ്ണ തടവിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുമ്പോൾ ഈ പാത്രം കൂടി വെക്കുക. അപ്പോൾ ഈ പാത്രം ചൂടായിട്ടുണ്ടാവും. ആ ചൂടുള്ള പാത്രത്തിലേക്കാണ് ഇനി നമ്മൾ മാവ് കോരി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ കോരി ഒഴിക്കുക. അടിയിലേക്ക് ടച്ച് ചെയ്യാതെ മുകളിൽ നിന്ന് തന്നെ മാവ് കോരി പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ നട്ട്സോ കിസ്മിസോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. 15 മിനിറ്റ് ആകുമ്പോൾ ഇത് വേഗം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആണെങ്കിൽ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് തണുക്കാൻ വെക്കുക. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വരും. ഒരു കത്തി കൊണ്ടോ ചെറിയൊരു സ്പൂൺ കൊണ്ടോ അതൊക്കെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ വിടുവിച്ചെടുക്കുക. ഇതപ്പം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള വട്ടയപ്പമാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഉച്ചയ്ക്ക് നനച്ച് വെച്ചാൽ വൈകുന്നേരം നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.